അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 3.5 വയസ്സുകാരി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പെൺകുട്ടിയുടെ പിതാവിന്റെ അടുത്ത ബന്ധുവായ 36-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മരിച്ച ദിവസം രാവിലെയും കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ റിപ്പോർട്ടിലുള്ളത്. പ്രകൃതിവിരുദ്ധ പീഡനവും നേരിട്ടു. കുട്ടിയുടെയും അറസ്റ്റിലായ ബന്ധുവിന്റെ വീട് പരിശോധിച്ച ഫോറൻസിക് വിഭാഗം ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകൾ പരിശോധനയ്ക്കയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചനയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണമാണ് വേഗത്തിൽ പ്രതിയെ കണ്ടെത്താൻ സഹായിച്ചത്. ചൊവ്വാഴ്ച രാത്രി പ്രതി അടക്കമുള്ളവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ച പോലീസ് ബുധനാഴ്ച രാത്രിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കുട്ടിയെ പലവട്ടം പീഡിപ്പിച്ചിരുന്നതായി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കണ്ടെത്തി. ബലാത്സംഗം അടക്കമുള്ള പോക്സോ കുറ്റങ്ങളാണ് ചുമത്തുക. റിമാൻഡിലുണ്ടായിരുന്ന കുഞ്ഞിന്റെ അമ്മയെ വ്യാഴാഴ്ച പോലീസ് ചോദ്യം ചെയ്യാനായി 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി. പീഡനത്തെക്കുറിച്ച് അറിവുള്ളതായി അമ്മ ഇതുവരെ പോലീസിനോട് പറഞ്ഞിട്ടില്ല. അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 3.5 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്ന കണ്ടെത്തലിലേക്ക് പോലീസിനെ എത്തിച്ചതിൽ നിർണായകമായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ സംശയങ്ങൾക്ക് പിന്നാലെ വിശദമായ ശാസ്ത്രീയ പരിശോധന കൂടിയായപ്പോൾ കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്ന കാര്യം പോലീസ് ഉറപ്പിച്ചു. കുട്ടിയുടെ ശരീരത്തിൽ പലയിടങ്ങളിൽ മുറിവുകൾ ഉണ്ടായിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ചൊവ്വാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ ലഭിച്ച സൂചനകൾ പോലീസ് ആദ്യം പുറത്തുവിട്ടില്ല. വിശദമായ അന്വേഷണത്തിന് ശേഷം സംഭവം നടന്നുവെന്നത് തെളിഞ്ഞാൽ മാത്രം പോക്സോ കുറ്റം ചുമത്താനായിരുന്നു പോലീസിന്റെ തീരുമാനം. ചൊവ്വാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതോടെ പോലീസ് കേസിൽ അന്വേഷണം തുടങ്ങിയിരുന്നു. പീഡനത്തിന്റെ സാധ്യത പരിശോധിച്ച പോലീസ് ആദ്യം തന്നെ വീട്ടുകാരിലേക്ക് അന്വേഷണം തിരിച്ചിരുന്നു. 3 പുരുഷന്മാരാണ് പോലീസിന്റെ സംശയ നിഴലിലുണ്ടായിരുന്നത്. ഇവരെ ആദ്യ ദിനം തന്നെ ചോദ്യം ചെയ്ത പോലീസ് പക്ഷേ മരണദിനമായതിനാൽ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാതെ വിട്ടയക്കുകയായിരുന്നു. സാഹചര്യങ്ങൾ വിലയിരുത്തി പിന്നീട് അടുത്ത ബന്ധുക്കളായ 2 പേരിലേക്ക് പോലീസ് അന്വേഷണം കേന്ദ്രീകരിച്ചു. ഇതിൽ ഒരാൾ പറഞ്ഞ കാര്യങ്ങളും വിശ്വസനീയമായി തോന്നിയ പോലീസ് അയാളും കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി. ഇതോടെ അവശേഷിച്ച 3-ാമനിലേക്ക് അന്വേഷണം നീണ്ടു. ഇയാളുടെ മൊഴിയിൽ സംശയം തോന്നിയ പോലീസ് തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്യൽ തുടർന്നതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. എന്നാൽ ആദ്യ കുറ്റം സംബന്ധിച്ച പ്രതി പിന്നീട് മൊഴി മാറ്റി പറയുന്നതായി പോലീസ് പറയുന്നു. വ്യാഴാഴ്ച രാവിലെ 11:30-ഓടെ കുട്ടിയുടെയും പ്രതിയുടെയും വീടുകളിലെത്തിയ ഫോറൻസിക് സംഘം പരിശോധന നടത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് 1:30-ഓടെ മടങ്ങി. പ്രതി കുട്ടിയുമായി കൂടുതൽ അടുപ്പത്തിലായിരുന്നുവെന്നും അമ്മയെ കുട്ടിയിൽ നിന്നും മാറ്റി നിർത്താൻ ശ്രമിച്ചിരുന്നുവെന്നും മാതാവിന്റെ മൊഴിയുള്ളതായും സൂചനയുണ്ട്. കുട്ടിയെ ഇയാളാണ് പലപ്പോഴും അങ്കണവാടിയിൽ നിന്നും വിളിച്ചുകൊണ്ടു പോയിരുന്നതെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ നേതൃത്വത്തിൽ പുത്തൻകുരിശ് ഡിവൈഎസ്പി VT ഷാജൻ, ആലുവ ഡിവൈഎസ്പി PR രാജേഷ് എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. എന്നാൽ 3.5 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിൽ അറസ്റ്റിലായ അമ്മയുടെ മൊഴിയിൽ സംശയം തീരാതെ പോലീസ് "ഞാൻ മോളെ പുഴയിലിടാൻ പോയി" എന്നാണ് പോലീസിന്റെ ചോദ്യത്തിന് അമ്മ നൽകിയ മറുപടി. പലവട്ടം ചോദിച്ചപ്പോഴും ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഇതുതന്നെയാണ് അവർ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതോടെ അമ്മയുടെ മാനസിക നിലയിൽ നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്ന പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അച്ഛന്റെ അടുത്ത ബന്ധുവാണ് കുട്ടിയെ പീഡിപ്പിച്ചിരുന്നതെന്നും കണ്ടെത്തിയ പോലീസിന് പക്ഷേ ഇക്കാര്യം അമ്മയ്ക്ക് അറിയാമായിരുന്നുവോ എന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പീഡന വിവരം സംബന്ധിച്ച ഒന്നും ഇതുവരെ അമ്മ പോലീസിനോട് പറഞ്ഞിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ അമ്മ എന്തിനാകാം കുട്ടിയെ പുഴയിലെറിഞ്ഞതെന്നാണ് പോലീസിനെ അലട്ടുന്നത്. ചോദ്യങ്ങൾക്ക് അമ്മ പറയുന്ന മറുപടി തന്നെയാണ് അവരുടെ മാനസികാരോഗ്യ നിലയിൽ പോലീസിന് സംശയമുണ്ടാക്കുന്നത്. പോലീസിന് ഇക്കാര്യത്തിൽ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന മൊഴികൾ ഏറെ നിർണായകമാണ്. 1 വർഷത്തിലേറെയായി പ്രതി കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം അത് അമ്മ അറിഞ്ഞില്ലെന്നത് പോലീസിന് വിശ്വസനീയമല്ല. കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യം മൂലം കുടുംബാന്തരീക്ഷം കുത്തെഴിഞ്ഞ നിലയിലായിരുന്നെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പ്രതി മുതലെടുക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കരുതുന്നത്. കുട്ടിക്ക് ഏറെ അടുപ്പമുണ്ടായിരുന്നയാളാണ് പ്രതിയെന്നും അയൽവാസികളും പറയുന്നുണ്ട്. കുട്ടികളുടെ അമ്മ ഭർതൃപീഡനം നേരിട്ടിരുന്നതായും യുവതിയുടെ അമ്മ പറയുന്നുണ്ട്. മകളെ ഭർത്താവ് മർദ്ദിക്കുമായിരുന്നുവെന്നാണ് അവരുടെ പരാതി. ഇക്കാര്യങ്ങളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങിയ അമ്മയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനൊപ്പം പോലീസ് വൈദ്യപരിശോധനയ്ക്കും ഹാജരാക്കും. വെള്ളിയാഴ്ച ഇവരുമായി പുത്തൻകുരിശിലെ ഭർത്താവിന്റെ വീട്, മൂഴിക്കുളത്ത് കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ പാലം, സ്വന്തം വീട് എന്നിവിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തി. എന്നാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്ത ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതിസ്ഥാനത്തുള്ളവരിൽ 908 പേർ ബന്ധുക്കളും കുടുംബാംഗങ്ങളുമായവരാണ്. ഇവരിൽ 397 പേർ ബന്ധുക്കളും 511 പേർ കുടുംബാംഗങ്ങളും. സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം 4652 കുട്ടികളാണ് ലൈംഗിക അതിക്രമത്തിനിരയായത്.